ഹായ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ. അതായത് നമ്മുടെ താമരമാല, കല്യാണത്തിന് നമ്മുടെ താമരമാല, അത് ലോക്കൽ താമരയുണ്ട്, പ്രീമിയം താമരയുണ്ട്. പ്രീമിയം എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ക്വാളിറ്റി താമര വരും. അപ്പം ആ രണ്ട് താമര തങ്ങളിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. അതുപോലെ തന്നെ രണ്ട് താമര വെച്ചിട്ട് ചെയ്യുന്ന മാലയുടെ ഒരു വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, താമരയ്ക്കകത്തും ക്വാളിറ്റിയിലൊക്കെ ഡിഫറൻസ് ഉണ്ടോ. ഫ്ലവേഴ്സ് ആക്ച്വലി എല്ലാ ഫ്ലവേഴ്സിനകത്തും ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം താമരയുടെ ക്വാളിറ്റി നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഫോർ എക്സാമ്പിൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു താമര ഇതൊരു എക്സ്പോർട്ട് ക്വാളിറ്റി താമരയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന താമരയാണ്. ഇത് തങ്ങളിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ഒരു സൈസിൻ്റെ വ്യത്യാസം വേണ്ട. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ലെങ്തിന് വ്യത്യാസമുണ്ട്. അതേമാതിരി തന്നെ വലുപ്പവും ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇരട്ടി സൈസുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു രണ്ട് താമര വെച്ചിട്ട്, അതായത് ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളതും ലോക്കൽ താമരയും വെച്ചിട്ടുള്ള ഒരു മാല ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് മനസ്സിലാവും. അതായത് ആ മാലയുടെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും പെറ്റൽസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഡാർക്കായി പോകത്തില്ല. അതായത് ഇപ്പം ഡാർക്ക് ആയാലും നമുക്കിപ്പോൾ 1-2 പെറ്റൽസ് നമ്മൾ എടുത്ത് കളഞ്ഞാലും ഇതിൻ്റെ ഇതേപോലെ എടുത്ത് കളയുമ്പോഴും ഇതിൻ്റെ സൈസിന് വലിയ വ്യത്യാസം വരുന്നില്ല. ഇതെന്ന് പറയുമ്പോൾ തീരെ ചെറുതായി പോകുന്നതുകൊണ്ട് ഇത് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. നമ്മുടെ കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് ഓൾറെഡി വെറും നൈസ് പെറ്റൽസാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് ചീത്തയായി പോകും. അതാണ് നമ്മൾ മെയിനായിട്ട്, അതായത് നമ്മൾ എന്ത് താമരമാല ചെയ്യുകയാണെങ്കിലും മെയിനായിട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ചേഞ്ചസും വരും. അതായത് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വെച്ചിട്ട് മാല ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മാല ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ടിരിക്കുന്ന ഒരു മാലയുടെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എൻ്റയർലി ഡിഫറൻസും കൂടെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മാല ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. ഒന്ന് ലോക്കൽ താമര വെച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ താമര വെച്ച് ചെയ്തത്, ഒന്ന് പ്രീമിയം താമര വെച്ച് ചെയ്തു. ഇത് ഞാനൊന്ന് പൊക്കിയെടുത്ത് കാണിക്കാം, അപ്പോഴേ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് നമ്മുടെ പ്രീമിയം താമരയുടെ മാലയും ഇത് ലോക്കൽ മാലയും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സൈസിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീമിയം എങ്ങനെ ഇരിക്കുമെന്നും ലോക്കൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞപ്പം, ലോക്കൽ താമര വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് ചെറുതായിരിക്കും, തീരെ ചെറിയ സൈസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ചൂടടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പെറ്റൽസ് എല്ലാം ഡാമേജ് ആയി തുടങ്ങും. നമുക്കതൊന്ന് റിമൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല, റിമൂവ് ചെയ്താൽ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ലോക്കൽ താമര നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ഈ പ്രീമിയം വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. അത് മാത്രമല്ല, പ്രീമിയം വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ട് അത്രയ്ക്ക് അടിപൊളിയായിരിക്കും. അതായത് നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക്, അതായത് കസ്റ്റമേഴ്സ് നമുക്ക് ഓൾറെഡി ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. നമ്മൾ ഈ കോംപ്ലിമെൻ്ററി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ ഫോട്ടോസ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നോർമലി എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മുന്നേ കൊടുക്കുമ്പം നല്ല ഫ്രഷായിട്ടിരിക്കും. അപ്പം ഈ ചെറിയ താമര ആകുമ്പോഴത്തേക്ക് കല്യാണം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉടനെ തന്നെ അത് ഡാമേജ് ആവും. എന്ന് വെച്ചാൽ അത്രയും നേരം ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആയിരിക്കും എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പെറ്റൽസ് എല്ലാം കൂടെ പോയി ഡാമേജ് ആവും. അതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു പ്രീമിയം താമര വെച്ചിട്ട് ഇത് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. എല്ലാവരും കല്യാണമാല എടുക്കാൻ നേരത്ത് ഒന്ന് നോക്കി കണ്ടു എടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് താമരയുടെ ഒരു ക്വാളിറ്റി, അത് മെയിനായിട്ടുള്ളൊരു സംഭവം. അതായത് ആ ഒരു ക്വാളിറ്റി നല്ലതാണെങ്കിലാണ് നമുക്ക് കല്യാണം കഴിയുമ്പോഴത്തേക്കുള്ള ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ മെയിനായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത് ഈ ഒരു ഫോട്ടോസും വീഡിയോയും എല്ലാം. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഔട്ട് നല്ല സെറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്ലവർ നല്ല സെറ്റായിട്ടുള്ളത് തന്നെ എടുക്കണം. അപ്പം മാല വാങ്ങിക്കുമ്പം എല്ലാവരും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ബെറ്ററായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.